ഞങ്ങളിപ്പോൾ ചൈനയിലെ ഒരു നാട്ടുംപുറത്താണ്. ലഞ്ച് കഴിക്കാൻ വേണ്ടി ചിന്നു ഈ ഭാഗത്തെ ഏറ്റവും ബെസ്റ്റ് റെസ്റ്റോറൻറ്റ് തപ്പി കണ്ടുപിടിച്ചു. ഇതാണ് റെസ്റ്റോറൻറ്റ്. ഒരു പഴയ ബിൽഡിങ്ങിലാണ് സംഭവം. അകത്ത് കയറിയപ്പോഴോ ഒടുക്കത്ത് തിരക്കും. ഞങ്ങൾക്കാണെങ്കിലോ വലിയ കാര്യമായിട്ട് വിശപ്പും ഇല്ല. പിന്നെ ഈ ഭാഗത്തോട്ട് ഞങ്ങൾ ഇനി വരുമെന്ന് സംശയമാണ്. അത് കാരണം ഇവിടുത്തെ സിഗ്നേച്ചർ ഡിഷ് എന്തായാലും കഴിച്ചിട്ട് പോകാമെന്ന് കരുതി. ഇവരുടെ മെനു ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഒരു ലോഡ് സാധനങ്ങളുണ്ട്. എന്ത് കഴിക്കണമെന്ന് കൺഫ്യൂഷനായി. ഇതാണ് ഇവരുടെ സിഗ്നേച്ചർ ഡിഷ്. ഇതെന്തായാലും ഓർഡർ ചെയ്യും. ചായയൊക്കെ ഇട്ട് ഞങ്ങൾ പാത്രം കഴുകി റെഡിയായിരുന്നു. ഓർഡർ ചെയ്ത ഐറ്റത്തിൻ്റെ ലിസ്റ്റാണിത്. നോക്കിയപ്പോൾ ചോറുണ്ടാക്കാനുള്ള അരി സെപ്പറേറ്റ് ആയിട്ട് അവർ ഫില്ല് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ആദ്യത്തെ ഡിഷ് വന്നു. ഇത് പച്ചക്കറി എല്ലാം ഇട്ട് സ്റ്റിർ ഫ്രൈ ചെയ്തത്. എന്നിട്ട് സ്പെഷ്യലായിട്ടൊന്നും തോന്നിയില്ല. ചിന്നു എടുത്ത് കഴിച്ചു നോക്കിയിട്ട് പറയാ, ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സെയിം സാധനമാണല്ലോ എന്ന്. ചൈനയിൽ ഈ കടയുടെ പേര് വീട്ടിലെ ഊണ് എന്നായിരിക്കും. ഇവരുടെ ഏറ്റവും ഫേമസ് സിഗ്നേച്ചർ ഡിഷായ സാധനം എത്തി. ഇത് കഴിക്കാൻ വേണ്ടിയാണ് ഈ ആൾക്കൂട്ടം മൊത്തം. ഇത് കണ്ട ആദ്യം തന്നെ മനസ്സിലോടി വന്നത് പാമ്പാണോ എന്നാണ്. പാമ്പല്ലെങ്കിൽ പിന്നെ ഞാഞ്ഞൂലാണോ? ഇതൊക്കെയാണല്ലോ ഇവിടുത്തെ ആൾക്കാർ സ്ഥിരം കഴിക്കുന്നത് അല്ലേ? എന്നാൽ ഈ സാധനമാണ് ഈൽ. ഇത് ശരിക്കും ഒരു ഫിഷാണ്. ഇനി അടുത്ത സംശയം വരാൻ പോണത്, ചൈനയല്ല ഈൽ എന്ന് പറഞ്ഞ് പാമ്പിനെ ആയിരിക്കും അവർ കുക്ക് ചെയ്ത് തന്നേക്കണേ. അതിന് ഉത്തരമായിട്ട് ഒന്നേ ഉള്ളൂ, ആരും ബീഫ് എന്ന് പറഞ്ഞ് മട്ടൻ തരാറില്ല. ഇവിടെ പാമ്പിന് നല്ല വിലയാ. എന്തായാലും ഈ ഹൈപ്പിനുള്ള സാധനം ഒന്നുമില്ല. അവസാനമായിട്ട് വന്നത് ഈ ഫിഷ് ഫ്രൈ ആണ്. ഇതും കൂടി ടേസ്റ്റ് ചെയ്തപ്പോൾ തൃപ്തിയായി. ഭക്ഷണത്തിന്റെ ടേസ്റ്റ് ശരിക്കും സബ്ജക്റ്റീവ് ആണ്. ഇത്രയും പേരുത്ത ആൾക്കാർ ഇവിടെ വന്ന് കഴിച്ച് ഇഷ്ടപ്പെട്ട സംഭവം ഞങ്ങൾ രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടില്ല. എന്തായാലും തീർക്കാൻ പറ്റാത്തത് ഞങ്ങൾ പാർസലായിട്ട് എടുത്ത് അവിടെ നിന്ന് സ്ഥലം വിട്ടു.